ഹേ ബ്യൂട്ടിഫുൾ സോൾസ്. അപ്പം ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കോൺവെക്കേഷന് പോവാണ്. പുള്ളിക്കാരി എൻ്റെ 8th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പം ശ്രീനന്ദിനി എന്നാ പേര്. ശ്രീയുടെ അച്ഛനും അമ്മയും അനിയത്തിയുടെയും കൂടെയാണ് ഞാൻ കോട്ടയത്ത് പോകുന്നത്. അപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലാണ് ശ്രീ പഠിക്കുന്നത്. 2019 ബാച്ചായിരുന്നു. സോ ഇതായിരുന്നു അവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ. ആദ്യം കയറുമ്പോൾ തന്നെ സൂപ്പർ ഡെക്കറേഷൻസ് ആയിരുന്നു. നല്ല രീതിയിൽ അവർ പൈസ കൊടുത്ത് ചിലവാക്കി ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ടായിരുന്നു ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ. നേരെ കാണുന്നതാണ് സ്റ്റേജ്. നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നതുകൊണ്ട് രാവിലെ തന്നെ പുറപ്പെട്ടായിരുന്നു. അപ്പം ഒരു 3:30-ക്കൊക്കെ എഴുന്നേറ്റിട്ട് റെഡിയായിട്ട് ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. ഒരു 8:39 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി. ഇത് ആക്ച്വലി നടന്നിട്ട് 1 മാസം ആവാറായി. ഞാൻ അപ്പം തൊട്ട് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അപ്പം എൻ്റെ അടുത്തിരിക്കുന്നത് ലച്ചു ആണ്, ശ്രീയുടെ അനിയത്തി. അപ്പം നല്ല ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ പാരൻസിനും അലോട്ടഡ് സീറ്റ്സ് ഉണ്ടായിരുന്നു, റിസർവ് സീറ്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ എത്ര പേര് എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ കൊടുക്കണമായിരുന്നു. അപ്പം അവരുടെ പരേഡ് പോലെ ഇങ്ങനെ വാക്ക് ഇൻ ചെയ്യുന്ന സെറമണിയാണിത്. അതിനെന്തോ പറയും, എനിക്കറിയത്തില്ല. അപ്പം ശ്രീ വരാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. എല്ലാവരെയും കാണാൻ ആ കോൺവെക്കേഷൻ ഡ്രസ്സിൽ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുമായിരുന്നു. അതുപോലെ എല്ലാവർക്കും ഒരു പ്രൗഡ് മൂമെൻറ്റ് പോലെയായിരുന്നു ഇത്. സോ എൻ്റെ ഫ്രണ്ട് വരുന്നു, വരാറായി. സോ ആ സെറമണി കഴിഞ്ഞിട്ട് ലൈറ്റിംഗ് സെറമണി ആയിരുന്നു. അവരൊക്കെ സൈഡിലുള്ള 2 ഭാഗത്ത് സീറ്റ്സ് അലോട്ടഡ് ആയിരുന്നു. അപ്പം അവിടെ പോയിരുന്നു. ഓർമ്മകളും അലിഞ്ഞു ചേർന്ന മണ്ണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഞങ്ങൾ നടന്ന വഴികളും ഇരുന്ന് പഠിച്ച ക്ലാസ് മുറികളും ഫോർമാലിൻ മടക്കുന്ന ഡിസെക്ഷൻ ടേബിളും അതിനു ചുറ്റും വട്ടമിട്ടിരുന്ന 18 പേരുടെ കളിചിരികളും കണ്ണീരും ലാബും ലൈബ്രറിയും KMCയുടെ മൈതാനവും ഹോസ്റ്റൽ മുറികളിൽ നിന്നുയർന്ന access to pain relief and a board member of the Elizabeth Kubler-Ross Foundation. His pioneering work has redefined compassionate care in India, reminding us that medicine is not just about cure but also about care and dignity. We are truly inspired by your presence here today, sir, and we warmly welcome you to this function. ഞാൻ ഈ വീഡിയോ എടുക്കാൻ മെയിൻലി കാരണം ഈ ദിവസം ശ്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. അതേപോലെ ഞാൻ ശ്രീയുടെ ഫ്രണ്ടായിട്ട് ഏറ്റവും പ്രൗഡസ്റ്റ് മൂമെൻ്റ് ആയിരുന്നു എൻ്റെ. ബിക്കോസ് ഞാൻ ശ്രീനെ പരിചയപ്പെട്ട ദിവസം തൊട്ട് ശ്രീ പറയുന്ന കാര്യമാണ് എനിക്ക് ഡോക്ടർ ആവണം എന്ന്. അവസാനം ആ ഡോക്ടർ എന്ന ആ ടൈറ്റിൽ കിട്ടിയ ദിവസമാണ്, ഒഫീഷ്യലി കിട്ടിയ ദിവസമാണ് ഇത്. അപ്പം എന്തായാലും അതൊരു ചെറിഷ് മെമ്മറി ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഗിഫ്റ്റാണെന്ന് വിചാരിക്കുന്നു. എപ്പോഴും എടുത്ത് ശ്രീക്ക് ഇത് കാണാമല്ലോ. അങ്ങനെ അവിടെ എക്സലൻസ് അവാർഡ്, അക്കാഡമിക് അവാർഡ് കൊടുക്കുവാണ്. ഇത് ശ്രീയുടെ വൺ ഓഫ് ദി കോളേജിലെ ഫ്രണ്ട്സാണ്, സാറ. അവിടെ ഓരോ അവാർഡ്സും കൊടുക്കുന്നത് ഓരോ ഡോക്ടേഴ്സിൻ്റെ മെമ്മോറിയൽ അവാർഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്. സോ അത് കഴിഞ്ഞ് ഞാനും ലച്ചുവും വിചാരിച്ച് ബോറടിച്ചപ്പോഴത്തേക്ക് കുറച്ച് വെളിയിറങ്ങാമെന്ന്. അങ്ങനെ കണ്ട ഫ്ലെക്സിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എടുത്തു വെച്ചതാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ചായയും പിന്നെ വെൽക്കമിങ് ഡ്രിങ്ക്സും
പിന്നെ അതേപോലെ കടീസൊക്കെ കൊടുക്കുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ നേരെ നമ്മളവിടെ കയറി. പക്ഷേ നമ്മൾ അവർ ഉണ്ടാക്കി ഇടുമ്പോൾ തന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ലാസ്റ്റ് അവസാനം കിട്ടിയത്. നേരെ കൊണ്ടുവച്ചത് ലാസ്റ്റ് കിട്ടിയ സമയത്ത് നേരെ കൊണ്ടുവച്ചത് നമ്മുടെ അടുത്ത് തന്നെ, കൈയിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ലച്ചും കൂടെ ഓരോന്നും വീതം എടുത്തിട്ട് പോയി. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. Dr. R. Gautam Krishna, son of Mr. Radhakrishnan and Mrs. Ganga, hailing from Kuttanad, is a sincere, dedicated and compassionate doctor and has an unwavering commitment to knowledge. അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ശ്രീയുടെ ഫ്രണ്ടിൻ്റെ അവാർഡ് മീൻസ് ഓണറിങ് സെറമണി ആയിരുന്നു നടക്കുന്നത്. ഡോക്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ മൂമെൻ്റ് ഇല്ലേ, അതായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൗതം എന്നാണ് പേര്. സോ ഇത് ശ്രീയുടെ ഫ്രണ്ട് സാന്ദ്രയുടെ ഓണറിങ് ആണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെ എസ് ആയതുകൊണ്ട് ആൽഫബറ്റിക് ഓർഡറിലാണ് പോകുന്നത് ഓണറിങ്. അപ്പം എസ് ആയതുകൊണ്ട് ശ്രീ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നിന്നോ, പാരൻസ് ഒക്കെ നിൽക്കുന്നുണ്ട്, അവിടെ വന്ന് നിന്നോ. ശ്രീ ആണെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട്, യൂഷ്വൽ ശ്രീ ടെൻഷനും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് കോൺഷ്യസ് ആയിട്ട് ശ്രീയുടെ തിങ്സൊക്കെ ചെയ്യുന്നുണ്ട്. കറക്റ്റാണോ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് ശ്രീയുടെ ഫ്രണ്ടാണ് ശ്രീലക്ഷ്മി. ശ്രീയുടെ ഗാങ്ങിൽ കോളേജിൽ 5 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിലാണ് ശ്രീലക്ഷ്മി ഉള്ളത്. Dr. Sri Nandini A.S. always carries her passion towards this profession in a noble and caring way. She is a good listener who is well organized and meticulous in her ways. Hailing from the capital city of Thiruvananthapuram, she is deeply attached to her family. She is the eldest daughter of Mr. Satish and Mrs. Anita and siblings to Sri Lakshmi. We wish her all the very best for her future to achieve her goal and make her family proud. Congratulations, Dr. Sri Nandini. ആ ഓണറിങ് ആൻഡ് ഡോക്ടർ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഓത്തെടുക്കുവാണ് ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ. Myself to consecrate my life to the service of humanity. I will give to my teachers the respect and gratitude which is their due. ഇത് ഹോൾ 2019 ബാച്ചിൻ്റെ ഫോട്ടോ സെക്ഷനാണ് നടക്കുന്നത്. അപ്പം ശ്രീ അവിടെ എങ്ങാണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ ഫുള്ളും പാരൻസ് ആയിരുന്നു. അപ്പം ക്രൗഡഡും ആയിരുന്നു. സഫക്കേഷൻ കാരണം ഞാൻ ബാക്കിലോട്ട് വന്നു. പിന്നെ അവരുടെ ബാച്ചിൽ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി പോലെ അവർ ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ കാണിച്ചത്. നല്ല ഫീലിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. 3, 2, 1 and go! ഇത് മനസ്സിലായല്ലോ, ഹാറ്റ്സ് എല്ലാവരും കൂടെ പറത്തി വിടുന്ന ഒരു സെറമണി ആയിരുന്നു ഇപ്പം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. റീൽസ് എങ്ങാണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഡാൻസ്, അതും നമുക്ക് കാണാം. ഞാൻ നേരത്തെയുള്ള ക്ലിപ്പ് ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയത് യൂട്യൂബിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, ഓരോരോ ഗ്രൂപ്പായിട്ട്, ബോയ്സ് ഗേൾസ്.
അങ്ങനെ ആ ഡാൻസും പരിപാടിയും എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്തായാലും ഒരു 3 മണിയായി കാണും. വിശന്ന് ഉപ്പാട് വന്ന് നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു വെളിയിൽ. അങ്ങനെ ശ്രീയും കുഴഞ്ഞ് ടയേർഡായിട്ട് വന്നിട്ടുണ്ട്. ശ്രീക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് അതാണ് ഫ്രെയിം ചെയ്ത്. അപ്പം ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങൾ ഇവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രത്യേകം ബൂത്ത് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ 2 സൈഡായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടാണ് ഈ ഫോട്ടോ സെക്ഷനിൽ കയറുന്നത്. ബിക്കോസ് അല്ലെങ്കിൽ ഫുഡ് തീർന്നു പോകും. ഒന്നാമത് ഇവിടെ തീർന്നായിരുന്നു. പാരൻസിനൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു ആ കാര്യം. ബിക്കോസ് ഇവർ പൈസ കൊടുത്തിട്ടും ഇത്രേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഫോട്ടോയ്ക്ക് മുമ്പ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്കല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിപ് ലൈനർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫാമിലി ഫോട്ടോസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എൻ്റെ കൂടെ ലച്ചുൻ്റെ കൂടെ ഒക്കെ എടുത്തു. എന്നിട്ട് ലച്ച് സർപ്രൈസായിട്ട് തലേ ദിവസം ഉറക്കം അണച്ച് നിന്ന് ചെയ്ത ഒരു ഗിഫ്റ്റ് ബോക്സ് ഇവർക്ക് 5 പേർക്ക്. ഞാൻ പറഞ്ഞില്ലേ ശ്രീയുടെ ഫ്രണ്ട്സ് 5 പേരുണ്ട്. ശ്രീലക്ഷ്മി, സാന്ദ്ര, സാറ, പിന്നെ ഷാലുമോള്. അവർ ഷാലുമോളെന്നാണ് വിളിക്കുന്നത്. പിന്നെ ശ്രീയും. അപ്പോൾ ഈ കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എല്ലാവരുടെ ആ റിയാക്ഷൻ. ഞാൻ പറഞ്ഞു ശ്രീയുടെ അടുത്ത് അൺബോക്സ് ചെയ്യാൻ. അങ്ങനെ ശ്രീ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ലച്ചു ഇത് പെയിൻറ്റ് ചെയ്തിട്ട് ഫുള്ളി ഉണങ്ങാതെ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഒട്ടിപ്പിടിച്ച്. അപ്പം നമ്മൾ ഇച്ചിരി മൽപിടുത്തം നടത്തിയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. സൂപ്പർ അല്ലേ? നല്ല ഈസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഈ റോസും ലച്ചു കൊടുത്താണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ വൈറലായിട്ടുള്ള ക്ലിപ്പ്, ഒരു കുഞ്ഞ് കമ്മൽ, ഡയറി മിൽക്ക്, പിന്നെ ഇവരുടെ 5 പേരായിട്ടുള്ള ഫോട്ടോ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അതെന്ത് നല്ല കാര്യമല്ലേ? ശ്രീ കഴിഞ്ഞിട്ട് സാരയ്ക്കാണ് കൊടുത്തത്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ലച്ചുവിൻ്റെ ഐഡിയ. ലച്ചു എടുത്ത എഫേർട്ട്, രാത്രി ഫുള്ള് ഉറക്കം അണച്ച് ഇങ്ങനത്തെ അനിയത്തിമാരെയൊക്കെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഞാൻ ശ്രീയുടെ അടുത്ത് പറഞ്ഞു. അടുത്ത ആളുടെ റിയാക്ഷനായി കാണുന്നത്. ആക്ച്വലി ഇവരുടെയൊക്കെ പേരെനിക്ക് തിരിഞ്ഞു പോകുന്നു, അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാത്തത്. സോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അവരുടെ എല്ലാവരുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. അടുത്ത ആൾ ഇതാണ്, കണ്ടില്ലേ ഗൈസ്? എല്ലാവരും സർപ്രൈസ് ആയിരുന്നു. ആരും പ്രതീക്ഷയില്ല ഇതുപോലത്തെ ഗിഫ്റ്റ് ഫ്രണ്ടിന് അനിയത്തി വന്ന് ഇവർക്കൊക്കെ കൊടുക്കുമെന്ന്. ഇത് സാന്ദ്ര ആണ്. സാന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമായി. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. ശ്രീ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. ബിക്കോസ് അവർക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ്, മെമ്മറി ഗിഫ്റ്റാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു.